കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചെറുതന റൂട്ടാണ്. അതായത് നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിലൂടെ ഒരു റോഡുണ്ട്. ചെറുതന നമ്മുടെ മണ്ണാറശാല റൂട്ടിലോട്ട് പോകുന്ന ആയാപറമ്പ് പോകുന്ന വഴിയാണ്. ഇവിടെ അതേ കുറേ പട്ടിക്കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഒരു പാർട്ടി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോയതാണ് വണ്ടിയിൽ. ഇത് പുള്ളി പാഞ്ഞു പോയി. ഇവിടെ കൊട്ടത് ഇവിടെ കിടപ്പുണ്ട് വണ്ടിയിൽ. കണ്ടതേ ഈ ഇവിടെ ഒരു പാക്കറ്റ് കിടക്കുന്നുണ്ട് ഇത് എൻ്റെ പുറകിലായി. ഈ പാക്കറ്റിൽ ആ പട്ടിക്കുഞ്ഞിനെ കൊണ്ട് വണ്ടിയിൽ ഇപ്പോൾ കളഞ്ഞിട്ട് പോയത്. എന്ത് പരിപാടിയാണ് ഇതിന് പറയേണ്ട ഭാഷയൊക്കെ വേറെയാണ്. പക്ഷെ നമ്മൾ സത്യം പറയാണ്ടല്ലേ, ഏതെങ്കിലും മൃഗസ്നേഹികൾ കാണുവാണെങ്കിൽ ഇതിനെ എടുത്തുകൊണ്ട് പോവുക. കാരണം വണ്ടി തുരുതുര വരുന്നതാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ എൻ്റെ വണ്ടി നിർത്തി ഇറങ്ങാൻ കാരണം, ഒരു മാന്യനൊരു കാറിൻ്റെ ഡിക്കി തുറന്ന് ഈ സാധനം ഒരു പെട്ടിയെടുത്ത് വെളിയിലോട്ട് വെക്കുന്നതാണ്. അപ്പം ഞാനിങ്ങനെ ഒരു ഫോൺ കോൾ വന്നതുകൊണ്ട് യാദൃശ്ചികമായിട്ട് ബൈക്ക് ഇവിടെ നിർത്തിയത്. കാരണം ഈ ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ നമുക്ക് നിർത്തേണ്ട കാര്യമില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് അത് ഈ പട്ടിക്കുഞ്ഞുങ്ങളെ എടുത്ത് ഇവൻ വെളിയിലോട്ട് ഇട്ടിട്ട് വന്ന സ്പീഡിൽ തന്നെ പോയി. കാരണം എനിക്ക് പെട്ടെന്ന് നമ്മൾ ഒന്ന് സഡനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല. ഞാൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ അടുത്ത് വന്ന് നോക്കിയപ്പോൾ സംഭവം ഇതാണ്. അങ്ങനെ ആ പട്ടിക്കുഞ്ഞുങ്ങളെ ആ കുട്ടയിൽ നിന്ന് ഇത് നിങ്ങൾ തന്നെത്താൻ ഇറങ്ങി ആ റോഡിന് നടുക്കോട്ട് മാറിയിരിക്കുകയാണ്. സംഭവം തെരുവ് നായ്ക്കളെ വളർത്തുന്നത് മനുഷ്യൻ തന്നെയാണ്. നമ്മുടെ റോഡ് മലിനമാക്കുന്നതും മനുഷ്യൻ തന്നെയാണ്. ഈ കളഞ്ഞവൻ മാന്യം ചിന്തിക്കുന്നില്ല. നാളെ ഇവൻ്റെ കുഞ്ഞുങ്ങൾ ഇതിലെ പഠിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനോ സ്കൂളിലോ കോളേജിലൊക്കെ പോകുന്നതാണ്. സ്ത്രീകൾ നടന്നു വരുന്ന വഴിയാണ്, ഇടുങ്ങിയ റോഡാണ്. ഈ പട്ടികളൊക്കെ വളർന്ന് ആഹാരവും ഇല്ലാതെ അവിടെ കിടന്ന് കുറേ എണ്ണം വണ്ടി ഇടിച്ച് ചാവും. ബാക്കിയൊക്കെ എവിടെയെങ്കിലും കിടന്ന് പെറ്റി വരികയും മനുഷ്യന് നാശം സൃഷ്ടിക്കുന്നു. എൻ്റെ മൃഗസ്നേഹികളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് മൃഗങ്ങളെ വളർത്തുക. കാരണം പബ്ലിക്കിന് നാശമാണ് ഇതൊക്കെ. ഈ കാണിച്ച തോന്നിവാസം ഏതോ ഒരു കുടുംബത്തിൽ ജനിച്ചവനാണെന്ന് അവൻ്റെ പറയാതിരിക്കാൻ പറ്റുകയില്ല. കാരണം അതും പാലുകൂടി മാറിയിട്ടാണ് അവൻ കൊണ്ട് കളഞ്ഞിരിക്കുന്നത്. എന്തായാലും അവന് കളയാൻ പറ്റിയ സ്ഥലം നടു റോഡാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പറമ്പിലോ പുരയിടത്തിലോ നായ്ക്കളുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ തെരുവിൽ വലിച്ചെറിയാതിരിക്കുക. നിങ്ങളത് വലിച്ചെറിയുന്നത് പബ്ലിക്കിനോട് ചെയ്യുന്ന ഒരു മോശം പ്രവണതയാണ്. കാരണം നമ്മുടെ മുറ്റത്ത് ആരെങ്കിലും കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞാൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് നേരെ തിരിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും. നമ്മളാണ് പരിസരം മലിനമാക്കുന്നതും വൃത്തിയാക്കുന്നതും. നമ്മുടെ മനോഭാവമാണ് ആദ്യം മാറേണ്ടത്. മനുഷ്യൻ്റെ മനസ്സാണ്. ഞാനതിനെ തൽക്കാലം എടുത്ത കൂടിനകത്ത് വെച്ച് എനിക്ക് നേരമില്ല. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഈ റൂട്ട് വഴി വന്നവരാണ്. അപ്പോൾ പറയാനുള്ളത് ഇത്ര മാത്രം. മനുഷ്യൻ്റെ ചിന്താഗതിയും പ്രവർത്തികളും മാറാതെ നമ്മുടെ നാടും നഗരവും ഒന്നും വൃത്തിയാകാൻ പോണില്ല. സംഭവം നിസ്സാരം, പട്ടിക്കുഞ്ഞുങ്ങളാണ്. പക്ഷേ